ഗൈസ് അങ്ങനെ ഒരു ബിഗ്ഗസ്റ്റ് മാച്ച് ആണ് കാത്തിരിക്കുന്നത് ഇന്ത്യയെ വേഴ്സസ് ഓസ്ട്രേലിയ AFC ഏഷ്യൻ കപ്പിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം. നമ്മൾ ഓസ്ട്രേലിയയെ പറ്റി നോർ ഒപ്പണൻസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. പിന്നെ ഇന്ത്യയുടെ ഗ്രൂപ്പ് പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞ് വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ ഇന്ത്യയുടെ ഈ ഒരു മത്സരത്തിലെ ഫലം എന്തായിരിക്കും, അതിൻ്റെ സാധ്യതകൾ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് ഡിസ്കസ് ചെയ്തതാണ്. തോൽവി തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം അറിയാം, ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ഫുട്ബോളിൽ ഏത് തരത്തിലുള്ളൊരു അന്തരമൊക്കെ ഉണ്ട് എന്നുള്ളത് ഇനിയും എടുത്തു പറയേണ്ട കാര്യമില്ല. ഇനിയിപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ ഏത് തരത്തിലായിരിക്കും ഓസ്ട്രേലിയക്കെതിരെയുള്ള ഈ ഒരു മത്സരത്തിനുള്ള അപ്രോച്ച് നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഫിസിക്കൽ ഇത് കളിക്കുന്ന ഒരു ടീമാണ് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. സോ അവരൊരു 4-4-2 ഫോർമേഷനൊക്കെയാണ് പ്രിഡോമിനൻ്റ്ലി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പല ടീമുകൾക്കെതിരെയൊക്കെ ഏതൊരു മാച്ചിൽ 4-3-3 കളിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലും ഒരു 2 സ്ട്രൈക്കർ രീതിയാണ്, അല്ലെങ്കിൽ ഒരു 4-4-1-1 അങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഈവൻ ലാസ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് ബെഹറിനെതിരെ ഒരു മത്സരം കളിച്ചിരുന്നു, ഒരു അൺഒഫീഷ്യൽ ഫ്രണ്ട്ലിയാണ്, അതിലും ആ ഒരു തരത്തിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തിൽ മാക്സിമം ഏറ്റവും പെട്ടെന്ന് അവർ ഗോൾ അടിക്കുക, ഓസ്ട്രേലിയ ഗോൾ അടിക്കുക എന്നുള്ളൊരു തരത്തിലേക്ക് തന്നെ ആയിരിക്കും എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഓസ്ട്രേലിയ ഭാഗത്തു നിന്നൊക്കെ ഒരു നല്ല രൂപത്തിലുള്ളൊരു അറ്റാക്കിനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ആ ഒരു ഗോൾ അടിക്കുന്നതിൽ നിന്ന്, അതായത് ആദ്യ മിനിറ്റുകളിൽ ഗോൾ അടിക്കുന്നതിൽ നിന്ന് മാക്സിമം അവരെ തടയുക എന്നുള്ളതാണ്. അതിൽ മാക്സിമം നമ്മളുടെ ഒരു പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നുള്ള രീതിയാണ്. കാരണം ആദ്യ പകുതിയിൽ ഒരു 0-0 ഡ്രോയിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ ഓസ്ട്രേലിയക്ക് തീർച്ചയായിട്ടും പ്രഷർ ഉണ്ടാകും. അത് അവർക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ടീമിലുണ്ടാകുന്ന പ്രഷർ അതൊക്കെ ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഒരു വിജയം എന്നുള്ളതല്ല, അവരെ ഗോൾ അടിപ്പിക്കുന്നതിൽ പിന്നോട്ട് വലിപ്പിക്കാനെങ്കിലും നമുക്ക് ഗുണം ചെയ്യും. നമ്മളിപ്പം ഖത്തറിനെതിരെ മുമ്പ് നടന്ന മത്സരമില്ല, അതായത് ഖത്തറിൽ പോയി നമ്മൾ ഡ്രോ നേടിയിട്ടുള്ളൊരു മത്സരം, അതൊക്കെ ഒരു എക്സാമ്പിളാണ്. ഇനി ഇന്ത്യയുടെ ഒരു 11 എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫോർമേഷൻ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കും. നമ്മൾ സാധാരണഗതിയിൽ ഒരു എക്സ്പെക്റ്റഡ് 11 എന്നുള്ള തരത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാനാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 11 ഓസ്ട്രേലിയക്കെതിരെ, അതുപോലെ തന്നെ യൂർസ്റ്റ് മാച്ച് ഏത് 11 ആയിരിക്കും എന്നുള്ള ഒരു 2 താരതമ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആദ്യം ഈ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 11 അഗേൻസ്റ്റ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു 5-3-2 ഫോർമേഷനിൽ ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് തന്നെ, സെൻട്രൽ ബാക്കിൽ 3 സെൻട്രൽ ബാക്സ് ആയിട്ട് സന്ദേശ് ശിങ്കൻ, പ്രീതം കോട്ട, രാഹുൽ ബൈക്കി എന്നിവർ, അതുപോലെ റൈറ്റ് ബാക്കിൽ നിഖിൽ പൂജാരി, ലെഫ്റ്റ് ബാക്കിൽ ആകാശ് മിശ്ര, ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അപ്പൂയ, സുരേഷ് ആൻഡ് താപ്പ എന്നിവർ, അതുപോലെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ മൻവീർ സിംഗ് ആൻഡ് ഛേത്രി എന്നിവരാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മൻവീറിനെ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതേമാതിരി ഒരു ഫിസിക്കൽ ഇതിൽ ഒക്കെ ഗുണകരമായിട്ട് മാറും. അങ്ങനെ ഓസ്ട്രേലിയക്കെതിരെ ഉറപ്പായിട്ട് ഒരു ഫിസിക്കൽ ഇത് കളിക്കുന്ന ടീമാണ്. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സിൻ്റെ ഒരു ആവശ്യകത വളരെ വലുതാണ് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ഫോർമേഷൻ ചേഞ്ച് കൊണ്ടുവന്ന് തന്നെ മഹേഷിനെയും ചാങ്ദേയും അല്ലെങ്കിൽ ബ്രാൻഡനെയും ഇഷാനെയും അങ്ങനെയുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതുമാണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞാൽ നമുക്ക് ആദ്യ പകുതിയൊക്കെ ഒരു ഡിഫൻസീവ്ലി പിടിച്ച് നിന്നാൽ സെക്കൻഡ് ഹാഫിൽ കൗണ്ടർ സിറ്റുവേഷൻ അവരെ ഒന്ന് ഭീതിപ്പെടുത്താനൊക്കെ സഹായകരമായിരിക്കും. എന്നാൽ സ്റ്റിമാച്ചിൻ്റെ ഒരു 11 എന്നുള്ള തരത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സാധാരണ കളിക്കുന്ന പോലത്തെ ഒരു 4-3-3 അല്ലെങ്കിൽ 4-2-3-1 തന്നെ കളിപ്പിക്കും എന്നുള്ളതാണ്. ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് തന്നെ, സെൻട്രൽ ബാക്കിൽ സന്ദേശ് ശിങ്കിനൊപ്പം രാഹുൽ ബൈക്കെ, റൈറ്റ് ബാക്കിൽ നിഖിൽ പൂജാരി, ലെഫ്റ്റ് ബാക്കിൽ സുഭാഷിഷ് ബോസിനെ ആകും കളിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ആ ഒരു ഓസ്ട്രേലിയക്കെതിരെ ഒരു ഫിസിക്കൽ ഇതും ഡിഫൻസീവിലുള്ള കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ സുഭാഷിഷാണ്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അപ്പൂയ, സുരേഷ് എന്നിവർ ഒരു ഹോൾഡ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിൽ, അതുപോലെ തന്നെ താപ്പയെ ഒരു പക്ഷേ ഒരു നമ്പർ 10 റോളിലായിരിക്കും കളിപ്പിക്കുന്നുണ്ടാകുക. അതുപോലെ റൈറ്റിൽ മൻവീറും ലെഫ്റ്റിൽ ചാങ്ദേയും, ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ സുനിൽ ഛേത്രിയുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 11 ആയിരിക്കും ഒരു പക്ഷേ സ്റ്റിമാച്ച് അണിനിർത്താൻ ഒരു സാധ്യത കൂടുതൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓൾറെഡി ഒരു പ്രഡിക്ഷൻസ് ഒക്കെ പല വീഡിയോസിലായിട്ട് പറഞ്ഞിരുന്നു, ഒരു തോൽവിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത എന്നുള്ളത്. പക്ഷേ ഈ ഒരു ആദ്യ മത്സരം കളിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബിഗ് കൺട്രീസിൻ്റെ ആ ഒരു അപ്രോച്ച് ഏത് തരത്തിലാണ് എന്നുള്ളത് അത് വെച്ചിട്ട് ചിലപ്പോൾ റിസൾട്ടുകൾ മാറി മറിയാനും സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഡ്രോ കിട്ടിയാൽ പോലും അത് നമുക്കൊരു ബിഗ്ഗസ്റ്റ് ഒരു അച്ചീവ്മെൻറ്റ് തന്നെ എന്നുള്ള നിലയിലാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട്ലി പോലും കളിക്കാതെയാണ് പോകുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതെങ്കിലും ഉണ്ടായിരുന്നൊരു ആനുകൂല്യമായിരുന്നു നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം എനിക്കും ഛേത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇറാനൊക്കെ പോലെയുള്ള രാജ്യങ്ങളോട്ടൊക്കെ ഒരു ഫ്രണ്ട്ലി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം 2 വീക്സ് ക്യാമ്പേ ഉള്ളതെന്നുള്ളത് ശരി, പക്ഷേ ഒരു ഫ്രണ്ട്ലി അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയക്കും സെയിം 2 വീക്സ് തന്നെയാണുള്ളത്. പക്ഷേ അവർക്ക് ഒരു ഫ്രണ്ട്ലി മാച്ച് ഇപ്പം ബഹ്റൈനൊക്കെ എതിരെ അവർ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു മത്സരം സ്പോർട്സ് 18ലും അതുപോലെ ജിയോ സിനിമയിലും ഇന്ത്യയുടെ മാച്ചസ് വരുന്ന സമയത്ത് DD സ്പോർട്സിലൊക്കെ കാണാൻ സാധിക്കും. അപ്പം നാളത്തെ മത്സരം 5 മണിക്കാണ്, അപ്പോൾ ആരും മറക്കണ്ട. ഖത്തറിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം നടക്കാൻ പോകുന്നത്. ഏതാണ്ട് 40,000-ഓളം കപ്പാസിറ്റിയൊക്കെ ഉള്ളൊരു സ്റ്റേഡിയമാണ്. ഇതിൽ ടിക്കറ്റ് എടുത്തവരിൽ 90% ആളുകളും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എവേ മത്സരമായിരിക്കും.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹോം മത്സരത്തിൻ്റെ എല്ലാ പ്രതീതിയും ലഭിക്കും. അതെങ്ങനെ ഇന്ത്യ യൂസ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.